നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളുടെ കൈകൾക്കടുത്ത് വരെ എത്തിയിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടാൽ എങ്ങനെയിരിക്കും? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. 2014 ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം തല കുനിച്ച് നടക്കുകയായിരുന്നു. അവൻ്റെ തൊട്ടടുത്ത് ലോകകപ്പ് ട്രോഫി ഉണ്ടായിരുന്നു. പക്ഷേ അത് അവൻ്റേതായിരുന്നില്ല. ആ മനുഷ്യൻ ലയണൽ മെസ്സി. ആ നിമിഷം കണ്ട പലരും വിചാരിച്ചു, ഇനി മെസ്സിക്ക് ലോകകപ്പ് കിട്ടില്ല. പക്ഷെ അവർക്കറിയില്ലായിരുന്നു, ചരിത്രം ഇപ്പോഴും എഴുതപ്പെട്ടിട്ടില്ലെന്ന്. അർജന്റീനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടിയായിരുന്നു മെസ്സി. ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിന് ജീവനേക്കാൾ സ്നേഹിച്ചായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എളുപ്പമായിരുന്നില്ല. 11-ാം വയസ്സിൽ ഡോക്ടർമാർ പറഞ്ഞ വാർത്ത അവൻ്റെ കുടുംബത്തെ തകർത്തു. മെസ്സിയുടെ ശരീരം സാധാരണ പോലെ വളരുന്നില്ല. ചികിത്സക്ക് വലിയ തുക വേണം. ആ സ്വപ്നം അവിടെ അവസാനിച്ചേക്കുമായിരുന്നു. പക്ഷേ ചില സ്വപ്നങ്ങൾ അത്ര എളുപ്പത്തിൽ മരിക്കില്ല. അവൻ്റെ കുടുംബം എല്ലാം ഉപേക്ഷിച്ചു. ഒരു പ്രതീക്ഷ മാത്രം മനസ്സിൽ വെച്ച് ഈ കുട്ടി ഒരു ദിവസം ലോകത്തെ അത്ഭുതപ്പെടുത്തി. വർഷങ്ങൾ കടന്നുപോയി. മെസ്സി വളർന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറി. റെക്കോർഡുകൾ തകർന്നു. കിരീടങ്ങൾ വന്നു. ആരാധകർ അവനെ ദൈവത്തെ പോലെ സ്നേഹിച്ചു. എന്നാൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു. കാരണം ഒരു സ്വപ്നം മാത്രം ബാക്കിയായിരുന്നു, ലോകകപ്പ്. 2006 സ്വപ്നം പൂർത്തിയായില്ല. 2010 വീണ്ടും നിരാശ. 2014 ട്രോഫിയിലേക്ക് ഒരു കൈ ദൂരം മാത്രം. പക്ഷേ വിധി വീണ്ടും അവനെ കരയിപ്പിച്ചു. ആ ഫൈനലിന് ശേഷം മെസ്സിയുടെ കണ്ണുകളിലെ വേദന ലോകം കണ്ടു. വിമർശനങ്ങൾ വന്നു, പരിഹാസങ്ങൾ വന്നു. അവൻ മഹാനാണ്, പക്ഷേ ലോകകപ്പില്ല. പലരും ആ സമയത്ത് കൈവിട്ടേനെ. പക്ഷേ മെസ്സിയല്ല. കാരണം ചില മനുഷ്യർക്ക് തോൽവി അവസാനമല്ല, അത് അടുത്ത തിരിച്ചുവരവിൻ്റെ തുടക്കമാണ്. 2022 35 വയസ്സ്, അവസാന ലോകകപ്പ്, അവസാന അവസരം, അവസാന പോരാട്ടം. ഓരോ മത്സരത്തിലും അവൻ കളിച്ചത് കാലുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ സ്വപ്നവുമായിരുന്നു. കോടിക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾ കൊണ്ടായിരുന്നു അങ്ങനെ എത്തി. 2022 ഡിസംബർ 18 ലോകകപ്പ് ഫൈനൽ. ലോകം മുഴുവൻ ശ്വാസം പിടിച്ചു നിന്ന രാത്രി. അവസാനം ആ നിമിഷം എത്തി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം, എണ്ണമറ്റ കണ്ണീരുകൾക്ക് ശേഷം, എണ്ണമറ്റ വിമർശനങ്ങൾക്ക് ശേഷം ലയണൽ മെസ്സി ലോകകപ്പ് ട്രോഫി ഉയർത്തി. ആ നിമിഷത്തിൽ ജയിച്ചത് ഒരു ടീം മാത്രമല്ല, ജയിച്ചത് ഒരു സ്വപ്നവുമായിരുന്നു. ജയിച്ചത് ഒരിക്കലും കൈവിടാത്ത മനസ്സായിരുന്നു. ജയിച്ചത് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് മെസ്സിയുടെ കഥ ഫുട്ബോളിനെ കുറിച്ചല്ല, അത് നമ്മളെ കുറിച്ചാണ്. ജീവിതം എത്ര തവണ നിങ്ങളെ താഴെയിട്ടാലും, ആളുകൾ എത്ര തവണ നിങ്ങളെ പരിഹസിച്ചാലും, നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കരുത്. കാരണം ഇന്ന് നിങ്ങൾ കരയുന്ന കാര്യം നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയകഥയായിരിക്കും. ഇതുകൊണ്ടാണ് മെസ്സി ഫുട്ബോളിൽ എപ്പോഴും മികച്ചവനായിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.